ഹബീബിന്റെ ശരീരം പരിശുദ്ധമായ അൽ ഹുജ്റത്തു ശരീഫയിൽ മറവ് ചെയ്തപ്പോ ആ മണ്ണിലേക്ക് ഹബീബിന്റെ ശരീരം ചേർന്ന് നിന്നപ്പോ ആ മണ്ണാണ് ലോകത്തെ മണ്ണിൽ വെച്ച് ഏറ്റവും വലിയ മണ്ണ് ബിഇജ്മാഇൽ ഉലമാഇ ഖാതിബതൻ. ലോകത്ത് ഒരു പണ്ഡിതനും അതിൽ അഭിപ്രായ വ്യത്യാസമില്ലാണ്. അങ്ങനെ ശ്രേഷ്ഠത കിട്ടിയത് ഹബീബ് ആ മണ്ണിലേക്ക് വന്നപ്പോ ആ മണ്ണിന് ശ്രേഷ്ഠത കിട്ടിയിട്ടുണ്ടെങ്കിൽ പുണ്യനബി തങ്ങളുടെ ശരീരവും ആ ശരീരത്തിലെ എല്ലുകളും ആ പുണ്യ ഹബീബിൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടി ഭ്രൂണമായി ആമിന ബീവിയുടെ ഉദരത്തിൽ രൂപപ്പെടുമ്പോ ആ ഉദരത്തിന്റെ ഉടമയായ ആമിന ബീവി നരകത്തിലാണ് എന്ന് പറയുന്നവന്റെ മണ്ടത്തരം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. ഉളുപ്പില്ലാതെ പറയാ ആ ഗർഭത്തിന്റെ ഉടമയായ ആമിന ബീവി നരകത്തിലാണ്. ആലോചിക്കുന്നുണ്ടോ? ഇതാണ് ബിദ്അത്തിന്റെ വിഷയം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇത് ഗൗരവമാണ്. നമ്മുടെ അഖീദയാണ് ഈ കളഞ്ഞു കുളിക്കുന്നത്. ഇങ്ങനെ മണ്ണിന് ശക്തതയുണ്ടെങ്കിൽ ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹയുടെ പുണ്യനബി തങ്ങളുടെ നുത്ഫത്ത് ക്യാരി ചെയ്തു കൊണ്ടുവന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആ മഹാനവറുകൾക്ക് സ്ഥാനമുണ്ടാവണ്ടയോ? ഇത് ഏത് കുട്ടിക്ക് മനസ്സിലാവാൻ പ്രയാസമുണ്ട്? ആർക്കാ ഇത് മനസ്സിലാക്കാൻ പ്രയാസം? എന്നിട്ട് ലീഫ്ലെറ്റ് അടിച്ചുവിടും, ഇന്ന അബീ വ അബാക ഫിന്നാർ അസ്തഗ്ഫിറുല്ലാഹ്. നബി തങ്ങളുടെ ഉമ്മാനെ വാപ്പനെ നരകത്ത് പറഞ്ഞേക്കല ചിലക്കാരുടെ ജോലി. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ അഖീദയെ വെച്ച് കളിക്കരുത്. നമ്മൾ എന്ത് കുരുത്തക്കേട് കളിച്ചാലും അള്ളാഹു ഒരുപക്ഷെ തൗബ സ്വീകരിക്കും. അഖീദയിൽ മാറ്റം വന്നാൽ സംഗതി കൈവിട്ടുപോകും. ഹബീബ് ആരാണ്? പുണ്യനിബിതങ്ങൾ ആരാ? ഇത് മനസ്സിലാക്കി നമ്മൾ. ആരാ പുണ്യനിബിതങ്ങൾ? നിബിതങ്ങളുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന അപകടം എന്താ അപകടം? നിബിതങ്ങൾ ജനിച്ചത് കാഫിറായിട്ടാണെന്നാണോ പിന്നെ പറയേണ്ടത്? അങ്ങനെയാണോ അതിന്റെ അർത്ഥം വരിക? അല്ലേ? ഉമ്മയും വാപ്പയും കാഫിര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ 40-ാമത്തെ വയസ്സിൽ നിബിതങ്ങൾ കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതാണോ പറഞ്ഞതിന്റെ അർത്ഥം? അതല്ലേ അർത്ഥം വരിക? പുണ്യനബിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു ആരോപണമല്ലേ അതുകൊണ്ടുണ്ടാകുന്നത്? അതെന്താ അവര് മനസ്സിലാക്കാത്തത്? അപ്പൊ പിന്നെ മറ്റേ ഹദീത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഹദീത്തിന്റെ അർത്ഥം? ഇന്ന അബീ വ അബാക ഫിന്നാർ. അബ് എന്ന പ്രയോഗം ആർക്ക് പറയുന്നതാണ്? ആരെക്കുറിച്ചൊക്കെയാണ് അറബ് ഭാഷയിൽ അബ് എന്ന് പറയുന്നത്? ആ ഹദീത്തിന്റെ ബലാബലം എന്താണ്? ലാ യുഹ്തജ്ജു ബിഹി ബിമഫ്ഹൂമിഹി. ആ ഹദീത്തിന്റെ ആശയം വെച്ച് ഒരിക്കലും ഫത്വകൾ പറയരുത് എന്ന് പറയാൻ ധൈര്യപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ ഫഖറുദ്ദീൻ റാസി തങ്ങൾ, അല്ലാമ സുയൂത്തി തങ്ങൾ, അല്ലാമ മനാവി റഹ്മത്തുള്ളാഹി അലൈഹി, പ്രഗൽഭരായ പണ്ഡിതൻ അല്ലാമ അൽ കച്ചാനി, പ്രഗൽഭരായ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞുപോയവരും മുൻഗാമികളുമായ ഇമാം നബവി തങ്ങളടക്കം. എന്നിട്ട് ഈ ചെറുക്കന്മാർ പരിഭാഷ എടുത്തിട്ട് കൊണ്ടുവരാം സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്, എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തില. എവിടെ നിന്ന് കിട്ടി അബു എന്ന വാക്കിന് വാപ്പ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്ന്? എന്റെ എളാപ്പ എന്റെ മൂച്ചാപ്പ അബൂ ത്വാലിബ്. അമ്മ നിബിതങ്ങൾ യതീമാണ്. യതീമുകളെ വളർത്തുന്ന അമ്മമാരെ അബു എന്ന് വിളിക്കാറുണ്ട്. ഏതുപോലെ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ പിതാവിന്റെ സഹോദരനായ ആസർ എന്നവരെ അബു എന്ന് വിളിച്ച പോലെ. വാലിദ് എന്ന് പറഞ്ഞ വാപ്പയാണ്. അവിടെ നോ ഡിസ്കഷൻ. അബു എന്ന് പറഞ്ഞിട്ടുണ്ടോ? എളാപ്പാക്ക് പറയും അബ്. ഖുർആൻ തന്നെ